അച്ഛനും ദേഷ്യം എന്നാണ് നന്ദു പറയുന്നത്. ഏയ് അങ്ങനെയല്ല ദേവി. അമ്മയോട് അച്ഛൻ ഷൗട്ട് ചെയ്ത് നിൽക്കുമ്പോഴാണ് ഞാൻ ചെല്ലുന്നേ. അപ്പോ വഴക്കിന്റെ ഒരു അന്തരീക്ഷത്തില് അച്ഛൻ ദേഷ്യപ്പെട്ട് പറഞ്ഞതാ. എന്തായാലും അച്ഛൻ നമുക്ക് വേണ്ടി കൂടെയുണ്ട്. എല്ലാം ശരിയാവുമല്ലേ നന്ദു? പിന്നല്ലാതെ. അതുമല്ല, ഇനി കാര്യങ്ങൾ ശരിയാകാൻ എന്താ ഉള്ളേ? നമ്മൾ രണ്ടുപേരും എന്നേ ഒന്നായി കഴിഞ്ഞു. ഒന്നായി കഴിഞ്ഞെങ്കിലും എന്നും ഇതുപോലെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കഴിയാനാണല്ലോ നന്ദു വിധി. വിഷമിക്കാതെ. എല്ലാം കലങ്ങി തെളിഞ്ഞ് കാര്യങ്ങൾ ഉടൻ തന്നെ നേരെയാവും ദേവി. നീയോ ഞാനോ ആരെയും വേദനിപ്പിച്ചിട്ടില്ലല്ലോ. നീയാണെങ്കി എന്നും 2 നേരം വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പോ നിന്റെ വേദന ദൈവം കാണാതിരിക്കോ? പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാ, എന്താ മീര? എനിക്ക് സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിരിക്കട്ടെ, ആരോടാ സംസാരിക്കുന്ന? ആരോടാന്ന്? എന്റെ ഭാര്യയോട്. അത് കറക്റ്റ്. നേരിട്ട് നന്ദൻ ഈ ഭാര്യയോടാ സംസാരിക്കുന്നെ. ഫോണിലൂടെ ആരോടാ സംസാരിക്കുന്നെന്നാ ചോദിച്ചേ. അതാ പറഞ്ഞത്, എന്റെ ഭാര്യയോട് സംസാരിച്ചെന്ന്. നന്ദൻ ഇന്ന് ആകെ കോമഡിയാണല്ലോ. എന്തായാലും ഞാൻ സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാ വന്നത്. എന്ത് കാര്യം? എനിക്ക് നല്ല ക്ഷീണമുണ്ട്. നമുക്ക് നാളെ സംസാരിക്കാം. ഞാൻ പറയാൻ വന്ന പ്രധാന കാര്യം ഇതാ. നന്ദൻ ഈയിടെയായിട്ട് വല്ലാത്തൊരു അകൽച്ച കാണിക്കുന്നു. ആവശ്യമില്ലാത്ത ദേഷ്യം കാണിക്കുന്നു. ഞാൻ സന്തോഷത്തോടെ എന്തേലും പറഞ്ഞ അതിനൊരു പരുക്ക മറുപടിയാ പറയാറ്. ജീവിതം തന്നെ നഷ്ടപ്പെടുത്താൻ ഒരുങ്ങിയവളാ ഞാൻ. പക്ഷെ അതിൽ നിന്ന് തിരികെ എന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നവരിൽ ഒരാൾ നന്ദന. നന്ദൻ പറഞ്ഞ വാക്കുകൾ, നന്ദന്റെ കെയറിങ് ഒക്കെ എന്നെ സന്തോഷിപ്പിച്ചു. എനിക്കറിയാം, ഞാൻ പലപ്പോഴും നന്ദനോട് ദേഷ്യം കാണിച്ചിട്ടുണ്ട്. ഈ വീട്ടിൽ എല്ലാവരോടും ഒരു അകൽച്ച പോലെ പെരുമാറിയിട്ടുമുണ്ട്. ദേഷ്യവും കാണിച്ചിട്ടുണ്ട്. അതൊക്കെ എന്റെ മാനസികമായ സമ്മർദ്ദം കൊണ്ടാ ഇപ്പൊ ഞാൻ ഹാപ്പിയാ. കാരണം നന്ദന്റെ ജീവിതത്തിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലാ ഞാൻ. എന്റെ ലോകം ഇപ്പൊ നന്ദൻ മാത്രമാ. നന്ദനെ എനിക്ക് സ്വസ്ഥമായിട്ടൊന്ന് സംസാരിക്കാൻ കൂടി കിട്ടുന്നില്ല എന്നുള്ളതാ ആകെയുള്ള എന്റെ പരാതി. സാരമില്ല, അത് ക്രമേണ മാറുമല്ലോ. ദാ നന്ദൻ കെട്ടിത്തന്ന താലി എന്റെ ജീവിതത്തിലെ പിടിവള്ളിയാ. ഇത് കഴുത്തി കിടക്കുമ്പോ എനിക്ക് വലിയ ധൈര്യ, ജീവിതത്തിലെ വലിയ പ്രതീക്ഷയാ. നമ്മൾ ഒഫീഷ്യലായി ഭാര്യയും ഭർത്താവും ആവുന്ന ദിവസത്തിന് വേണ്ടി കാത്തിരിക്കാൻ ഞാൻ. ഞാനിടയ്ക്ക് നന്ദനോട് കാണിച്ച ദേഷ്യത്തിനും വാശിക്കും ഒക്കെ ക്ഷമ ചോദിക്കുന്നു. സോറി നന്ദ, കഴിഞ്ഞതിനൊക്കെ മാപ്പ്. നന്ദു, ഹലോ നന്ദു. ഞാൻ എന്തൊക്കെയാ നന്ദു കേട്ടത്? വാസ്തവത്തിൽ അവളുടെ ശബ്ദം തന്നെയാണോ ഞാൻ കേട്ടത്? അതോ ഒക്കെ എന്റെ തോന്നലാണോ? ഞാൻ സ്വപ്നം കണ്ടതാണോ? ഒരു കാര്യം ചെയ്യ, ഞാനെല്ലാം ഇപ്പൊ തന്നെ അവളോട് പറയാൻ പോവാ. അയ്യോ നന്ദു, വേണ്ട. അവള് വേറൊരവസ്ഥയില്ല. അവള് പ്രതീക്ഷിക്കാത്ത ഒരു വാക്ക് മതി. അവള് ചിലപ്പോ ജീവിതം അവസാനിപ്പിക്കും. നന്ദു, ഇപ്പൊ ഒന്നും പറയണ്ട.
കേട്ടതൊക്കെ സ്വപ്നമാണെന്ന് കരുതി തന്നെ അങ്ങ് മറക്കാൻ പോവാ. വേണ്ട, അവളോടൊന്നും പറയണ്ട. ഗുഡ് നൈറ്റ് നന്ദു. ഗുഡ് നൈറ്റ്. ചേച്ചി ചായ. ഇപ്പൊ എങ്ങനെയുണ്ട് ചേച്ചി? എന്താ ചോദിച്ചേ? ഇപ്പൊ എങ്ങനെയുണ്ടെന്ന്. നീ അരമണിക്കൂർ നേരത്തെ ഇത് തന്നെയല്ലേ ചോദിച്ചേ? കുഴപ്പമില്ല, ഓക്കെ ആണെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഓ ശരി. ഒന്നോട് ചോദിച്ചത് കുഴപ്പമായോ? അപ്പൊ ചോദിക്കണ്ടേ? ചേച്ചി സന്തോഷം കൊണ്ട് പറഞ്ഞല്ലേ. സത്യത്തിൽ നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോഴാ മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മളോടുള്ള സ്നേഹവും കരുതലും ഒക്കെ അറിയുന്നത്. അമ്മയും നീയൊക്കെ ഷിഫ്റ്റ് വെച്ചല്ലേ എന്റെ കാര്യങ്ങൾ തിരക്കുന്നത്. ഇനിയും ചോദിച്ചോ? ആ, എനിക്കൊരാവശ്യം വരുമ്പോ ഇങ്ങോട്ടും ഉണ്ടാവണം ഇതുപോലെയൊക്കെ. മറന്നു കളയരുത്. ഇല്ല, മറക്കില്ല മോളെ, ഒന്നും മറക്കില്ല. ഈ ഒരവസ്ഥയില് എന്നോട് സ്നേഹം കാണിച്ചവരെ മറക്കില്ല, എന്നെ ഈ അവസ്ഥയില് എത്തിച്ചവരെ മറക്കില്ല. എനിക്കൊന്ന് ഇറങ്ങി നടക്കാനുള്ള ആരോഗ്യം കിട്ടിക്കോട്ടെ, കൈക്കൊരു അല്പം കൂടി ബലം വന്നോട്ടെ. എന്നിട്ട് ഞാൻ പോകുന്നുണ്ട് അങ്ങോട്ട്, ചന്ദ്രത്തേക്ക്. ചേച്ചി, അതൊന്നും ഇപ്പൊ പറയണ്ട, നമുക്ക് പിന്നീട് ആലോചിക്കാം. ചേച്ചി ചായ കുടിക്ക്. മോൾക്ക് പേടിയായോ? സോറി കേട്ടോ. ഞാൻ ചെല്ലട്ടെ. അല്ല, ഇന്നെന്താ പരിപാടി? അടുക്കളയിലേക്ക് കയറാൻ പോവാണോ? അടുക്കളയിൽ അമ്മയുണ്ട്. ദേവികേച്ചി രാവിലെ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. എന്നാലും ഒന്ന് സഹായിക്കണ്ടേ? വേണ്ട വേണ്ട, ഇന്നു മുതലേ നീ സ്കൂളിൽ പോയി തുടങ്ങണം. അല്ല ചേച്ചി, അടുത്ത ആഴ്ച പോവാം. വേണ്ട, ഇന്നു മുതൽ പോയേ പറ്റൂ. അല്ലെങ്കിൽ ഞാൻ ബഹളം വെക്കാൻ പോകുന്നത് ഇതിന്റെ പേരിലായിരിക്കും. അയ്യോ വേണ്ടേ, ഞാൻ സ്കൂളിൽ പൊക്കോളാമേ. ദേവികേച്ചിയും പറഞ്ഞു സ്കൂളിൽ പോവാൻ. പോയേ പറ്റൂ. എനിക്ക് അസുഖമാണെന്ന പേരില് നൈസായിട്ട് പള്ളിക്കള്ളം അടിച്ചങ്ങ് നിൽക്കുക. ചേടാ, സമാധാനായിട്ടൊന്ന് വീട്ടിൽ നിൽക്കാന്ന് വെച്ചാ അതും രക്ഷയില്ല. അമ്മേ, ഞാൻ സ്കൂളിൽ പോണെന്നാ ഗൗരി ചേച്ചി പറയുന്ന. വയ്ക്കോ, സ്കൂള് മുടക്കണ്ട. ദേവിക അത് തന്നെയല്ലേ പറഞ്ഞത്. ദേവിക ചേച്ചി ഇവിടെ മുറ്റടിച്ചിട്ട് വരാന്ന് പറഞ്ഞു പോയി. പാവം ദേവിക ചേച്ചിയുടെ കാര്യം. പ്രഭാന്തി, ഞാൻ സംസാരിക്കാം. എന്തിനെ വിളിച്ചെന്ന് ചോദിക്കണല്ലോ. വേണ്ട വേണ്ട, ഇങ്ങ് തന്നെ. അമ്മ ഫോൺ എടുക്കണ്ട, മുരളിയേട്ടനെ വിളിക്കാം. കുഞ്ഞ്, സുഖമാണോ ഭാർഗവി? എന്റെ മനസ്സില് കുഞ്ഞിനുള്ള സ്ഥാനം എന്താണെന്ന് അറിയാലോ. അതില്ലാണ്ടാക്കി കളഞ്ഞില്ലേ കുഞ്ഞ്. പറയാനുള്ളതെല്ലാം ഭാർഗവി പറയേ, എന്നിട്ട് ഞാൻ മറുപടി പറയാം. പറയ് ഭാർഗവി. നേരി കാണുമ്പോ പറയാനുള്ളതെല്ലാം ഞാൻ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ എനിക്കൊന്നും പുറത്തേക്ക് വരുന്നില്ല. വരില്ല.
കാരണം എന്താണെന്ന് അറിയാമോ ഭാർഗവിക്ക്? ന്യായം എന്റെ ഭാഗത്താ. അയ്യോ കുഞ്ഞ്, അങ്ങനെയൊന്നും പറയല്ലേ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, അത് കേട്ടിട്ട് നീ സംസാരിക്ക. അന്ന് നടന്നതൊക്കെ നീയും കണ്ടതല്ലേ ഭാർഗവി? ഞാൻ വേണോന്ന് വെച്ച് ചെയ്തതാണോ? ചില നിമിഷങ്ങളിൽ ദേഷ്യം കയറി നിൽക്കുമ്പോ മനസ്സിന്മേലുള്ള ഒരു പിടി നമുക്ക് നഷ്ടപ്പെട്ടു പോവും. നീ ഒന്ന് ആലോചിച്ചു നോക്ക്. ഞാൻ ഒറ്റയ്ക്ക്, എന്നെ എതിർക്കാൻ ഒരു പട, ഞാൻ എന്തു ചെയ്യും? വെല്ലുവിളിച്ചാൽ ഒന്ന് പ്രതികരിച്ചു പോവില്ലേ? ഞാനും ഒരു മനുഷ്യ സ്ത്രീയല്ലേ ഭാർഗവി? വീട്ടിൽ ഞാൻ നിന്നോട് ചൂടാവാറില്ലേ? നന്ദനെയും രജനിയെയും ഞാൻ വഴക്ക് പറയാറില്ലേ? സിദ്ധുവിനോട് ദേഷ്യം കാണിക്കാറില്ലേ? എന്റെ ഒരു സ്വഭാവം അതായിപ്പോയി. അതൊരു നല്ല സ്വഭാവമാണെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് അങ്ങനെ ഒരു രീതിയുണ്ട്. എന്നോട് തർക്കിക്കാനും എന്നെ അവഹേളിക്കാനും വന്നാൽ ഞാൻ പ്രതികരിച്ചു പോവും. ഞാനൊരു വ്യക്തിയോടുള്ള വിരോധം കൊണ്ട് ചെയ്തതല്ല. ഗൗരിയുടെ സ്ഥാനത്ത് രജനിയോ മീരയോ ജാനകിയോ ആയിരുന്നെങ്കിൽ പോലും ഞാൻ ഇത് തന്നെ ചെയ്യുമായിരുന്നു ഭാർഗവി. നിങ്ങൾക്കുള്ള അതേ വിഷമം എനിക്കുണ്ട്. അതുകൊണ്ടാ അന്ന് മുരളി വന്ന് അധിക്ഷേപിച്ചപ്പോ നിശബ്ദയായിട്ട് നിന്ന് കേട്ടത്. ഇനി ഗൗരിയോ ഭാർഗവിയോ ഇളയ മകൾ ഉമയോ അങ്ങനെ ആര് വന്ന് ദേഷ്യപ്പെട്ടാലും ഞാൻ നിശബ്ദയായിട്ട് നിന്ന് കേൾക്കും. ഞാൻ കാരണം നിങ്ങൾക്കുണ്ടായ വേദനയിൽ ഞാൻ ഭാർഗവിയോട് ക്ഷമ ചോദിക്കുന്നു. അയ്യോ കുഞ്ഞ്, കുഞ്ഞിനോട് ക്ഷമ ചോദിക്കരുത്. എന്റെ മനസ്സിന്റെ സമാധാനത്തിന് അത് വേണം. എന്തായാലും എന്റെ മനസ്സിപ്പോ ശാന്തമായി. പിന്നൊരു കാര്യം കൂടി, ഈ നടന്ന സംഭവങ്ങളുടെ പേരിലാണ് നീ ഇങ്ങോട്ട് വരാതിരിക്കുന്നെങ്കിൽ അതിന്റെ ആവശ്യമില്ല. ചന്ദ്രോത്ത് നീ അടുക്കളക്കാരിയല്ല, ഇവിടുത്തെ ഒരംഗമാ. നീ ഇങ്ങോട്ട് വരണം, അതാ എന്റെ ആഗ്രഹം. ബാക്കി നിനക്ക് തീരുമാനിക്കാം. എന്താ ദേവിക ഇത്? എന്താ മുരളേട്ട? ആ ചൂല എവിടെ വെച്ചിട്ട് അകത്തേക്ക് പോയെ? അമ്മ എവിടെ? എന്റെ മുരളേട്ട, ഞാൻ മുറ്റടിച്ചെന്ന് വെച്ച ആകാശമൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ലല്ലോ. അത് ശരിയല്ല. ദേവിക ചന്ദ്രോത്തെ കുട്ടിയാ, ഇവിടത്തെ മുറ്റം അടിക്കേണ്ട ആളല്ല. ഞാൻ ഇവിടത്തെയും കുട്ടിയാ. മുരളേട്ടന്റെ സഹോദരനും ഉമയും ഗൗരിയൊക്കെ എന്റെ സഹോദരിമാരും. ദേവിക, മുരളിയേട്ടനകത്ത് ചെന്ന് ഗൗരിയുടെ കാര്യം നോക്കിയേ. അല്ല, ഇന്ന് ഓട്ടോ എടുക്കുന്നില്ലേ? റെഡിയായി പോവാൻ നോക്കും മുരളിയേട്ട. ദേവിക, നീ പറയുന്നത് കേൾക്ക്. ഇതൊക്കെ ചെയ്യാൻ ഇവിടെ ആളുള്ളപ്പോ ഇത് ചെയ്യുന്നത് ശരിയല്ല. അമ്മ കണ്ടില്ലേ ദേവിക മുറ്റം അടിക്കുന്നത്? ആ ഉമയെങ്കിൽ വിളിക്ക, അവള് ചെയ്യട്ടെ. മുരളിയേട്ട, ഉമയിന്ന് സ്കൂളിൽ പോവാൻ തുടങ്ങുക. എന്നാ അമ്മ ചെയ്യ. ചെല്ല. നീ പറയണത് കേട്ടാ തോന്നും ഞാനായിട്ട് ദേവിയെ കൊണ്ട് മിറ്റടിപ്പിക്കുന്നതാണെന്ന്. അടുക്കള ജോലി ചെയ്യണ്ടെന്ന് പറഞ്ഞു, കേൾക്കുന്നില്ല. എന്നാ വീടിനകത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാന്ന് പറഞ്ഞാ അതും സമ്മതിക്കുന്നില്ല. മുറ്റടിക്കണ്ടെന്ന് പറഞ്ഞാ അനുസരിക്കാനും പോണില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ?
മുരളിയേട്ടനകത്ത് നിന്ന് ഗൗരിയുടെ കൂടെ ഇരിക്കും. ഞാൻ സമാധാനമായിട്ട് ഈ ജോലി ഒന്ന് ചെയ്തോട്ടെ. ഇനിയിപ്പോ ഞാനെന്ത് പറയാനാ? അല്ല, ഈ സഞ്ചിയൊക്കെ ആയിട്ട് അമ്മ ഇത് എങ്ങോട്ട് പോവാ? അമ്മ കടയിലേക്ക് മറ്റോ പോവാണോ? അത് ഞാൻ നിന്റെ അനുവാദം ചോദിച്ചിട്ടേ പോകൂ. അമ്മ കാര്യം പറ. ഞാനൊന്ന് ചന്ദ്രോത്തേക്ക് പോയാലോ എന്ന് വിചാരിക്കുക. ചന്ദ്രോത്തേക്കോ? ഇനിയും അടുക്കള പഠിക്കാൻ ഇറങ്ങിയതാണോ? പോകാൻ മോനെ. നാണമില്ലേ അമ്മയ്ക്കിത് പറയാൻ? സ്വന്തം പേരക്കുഞ്ഞിനെ കൊന്ന സ്ത്രീയുടെ വീട്ടിലേക്ക് ദാസ്യപ്പണിക്ക് പോവാൻ. ഈ മുറ്റത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഞാൻ ഇവിടെ എങ്ങാനും കെട്ടിയിടും. അമ്മേ, നിങ്ങളാ പ്രഭാവതിയുടെ വേറൊരു പതിപ്പ. സ്വന്തം മകനോടോ മരുമകളോടോ ഒരു തരിമ്പും ആത്മാർത്ഥതയില്ല. കൂറ് മുഴുവൻ ആ രാക്ഷസിയോടാ. മോനെ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കിത് എങ്ങനെ ചിന്തിക്കാൻ തോന്നി? നിങ്ങളുടെ സ്ഥാനത്ത് മറ്റേതെങ്കിലും അമ്മയായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് തന്നെ ചെന്നവരുടെ തലയെടുത്തേനെ. നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്റെ മുഖത്ത് നോക്കി ചന്ദ്രോത്തേക്ക് പോകുന്നു എന്ന് പറയാൻ? പ്രഭക്കുഞ്ഞ് വിളിച്ചിരുന്നു. ഓഹോ, ഇതിന്റെ ഇടയിൽ അതൊക്കെ നടന്നോ? വിളിച്ചിട്ട് സംഭവിച്ചതിനെല്ലാം ക്ഷമയും പറഞ്ഞു. അങ്ങോട്ട് ചെല്ലണമെന്ന് പ്രഭക്കുഞ്ഞ് പറഞ്ഞു. ഓ, പ്രഭക്കുഞ്ഞ് വിളിച്ച് ക്ഷമ പറഞ്ഞതോടെ ബാല്യക്കാരിക്ക് സ്വർഗം കിട്ടിയതുപോലെ ആയില്ലേ? പ്രഭക്കുഞ്ഞ് മാപ്പ് പറയാന്ന് വെച്ചാ പിന്നെ 50 ജന്മം കൊണ്ട് കിട്ടാവുന്ന സുഹൃതമല്ലേ കിട്ടാൻ പോകുന്നത്? പൊന്നു തമ്പുരാട്ടിയായ പ്രഭക്കുഞ്ഞ് ഇങ്ങോട്ട് വിളിക്കുന്നത് തന്നെ ജന്മപുണ്യം. അപ്പൊ പിന്നെ ക്ഷമയും കൂടി ചോദിച്ചാലോ? ഉടലോടെ സ്വർഗത്തേക്ക് പോകുന്ന എഫക്റ്റ്. അമ്മ അവരുടെ തന്ത്രങ്ങളിലേക്ക് വീഴാൻ പോവല്ലേ? നിങ്ങളെ എങ്ങനെ അങ്ങോട്ടേക്ക് എത്തിക്കുക, അതാണ് അവരുടെ മനസ്സിൽ. അമ്മ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ അവര് വിജയിച്ചു. പിന്നെ നമ്മുടെ വാദങ്ങൾ എവിടെയെങ്കിലും നിലനിൽക്കോ? അവര് കുറ്റക്കാരിയാണെങ്കിൽ നിന്റെ അമ്മ അങ്ങോട്ട് പോവോ? കുഴപ്പം നിങ്ങളുടെ ഭാഗത്ത് തന്നെ ആയിരിക്കും എന്നൊക്കെ ആൾക്കാരെ കൊണ്ട് പറയിച്ച് അവർക്ക് കൈ കഴുകണം. നിങ്ങൾക്ക് ഇത്രയ്ക്ക് ബുദ്ധിയില്ലാതായി പോയല്ലോ അമ്മേ. ആന്റി, ഇനി ഒരിക്കലും അങ്ങോട്ട് പോവരുത്. എന്നേക്കുമായിട്ട് പോകരുതെന്ന് ഞാൻ പറയുന്നില്ല. നാളെ എന്തൊക്കെയാ നടക്കാൻ പോകുന്നതെന്ന് ആർക്കും അറിയില്ലല്ലോ. പക്ഷേ കുറെ കാലത്തേക്ക് ആന്റി അങ്ങോട്ട് പോകരുത്. അത് ശരിയല്ല. ഇനി അഥവാ അമ്മ അങ്ങോട്ട് പോയാ പിന്നെ ഇങ്ങോട്ട് വരണ്ട. ഈ മുരളീട്ടാ, ആന്റി കുറ്റം പറയാൻ പറ്റില്ല. ഇത്രയ്ക്ക് അങ്ങോട്ട് ആന്റി ഓർത്തില്ല. പ്രഭേനെ വിളിച്ചപ്പോ ചെല്ലാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. ഇപ്പോ ആന്റിക്ക് മനസ്സിലായി. ചന്ദ്രോത്തേക്ക് ജോലിക്ക് പോവാൻ മുട്ടി നിൽക്കുന്നു. നിർത്തണ. ഞാൻ എന്തിനാ നിർത്തുന്നേ? ദേവിക മോള് പറഞ്ഞത് അതിന്റെ ശരി. പ്രഭക്കുഞ്ഞ് വിളിച്ച് ക്ഷമയൊക്കെ പറഞ്ഞപ്പോ ഞാനൊന്നങ്ങ് പോയേക്കാന്ന് കരുതി. അതൊന്നും പ്രഭക്കുഞ്ഞ് ചെയ്തൊന്ന് ശരിവെക്കാൻ വേണ്ടിട്ടല്ല. എന്തോ അങ്ങനെ ഒരു തോന്നല്. പിന്നെ ശമ്പളം കിട്ടുമല്ലോ. നീ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. നീ എന്നെ കൂടുതൽ ഭരിക്കാനൊന്നും വരണ്ട. ആന്റി, മുരളിയേട്ടൻ സ്നേഹം കൊണ്ടും വിഷമം കൊണ്ടും ഒക്കെ പറഞ്ഞല്ലേ. ആന്റി അങ്ങ് ചെറുതായി പോവാതിരിക്കാനും കൂടി വേണ്ടിയല്ലേ. എന്നാലും ഇവൻ എന്നെ അമ്മ ഇപ്പൊ ചന്ദ്രത്തേക്ക് പോയാ പിന്നെ എങ്ങനെ ഗൗരിയുടെ മുഖത്തേക്ക് നോക്കും? അമ്മ ഗൗരിയോട് എന്ത് മറുപടി പറയും?
അമ്മ മോളെ പോലെയല്ലേ അവളെ കരുതുന്നത്. അതൊക്കെ കൂടി ആലോചിച്ചപ്പോ കയ്യിൽ നിന്ന് പോയി. അയ്യേ, ഇതെന്താ ഒരുമാതിരി കൊച്ചു പിള്ളേരെ പോലെ. അമ്മ ഇങ്ങ് വന്നേ, ഞാൻ പറയട്ടെ. വരാൻ. നന്ദ, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വിവാഹം രജിസ്റ്റർ ചെയ്യപ്പെടണം. രാമപുരം രജിസ്റ്റർ ഓഫീസിലെ രാമേന്ദ്രൻ എനിക്ക് പരിചയമുള്ള ആളാ. ഞാൻ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പുള്ളിയെല്ലാം ചെയ്തു തരാൻ നേരിട്ടുണ്ട്. ഞാൻ പുള്ളിയൊന്ന് വിളിക്കാം. ഹലോ സാർ. ആ രാമേന്ദ്രൻ, ഞാൻ രാമേന്ദ്രന്റെ നമ്പർ എന്റെ മോന്റെ കൈ കൊടുക്കുക. ഡോക്യുമെന്റ്സ് എന്തൊക്കെയാ കൊണ്ടുവരേണ്ടതെന്ന് അവനോട് പറഞ്ഞാൽ മതി. ഓക്കെ സാർ. അദ്ദേഹത്തോട് നേരിട്ടൊന്ന് വരാൻ പറഞ്ഞാൽ കൂടുതൽ നന്നായിരുന്നു. ഇവിടെ ഇരുന്നതിന് എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്യാം. രജിസ്ട്രേഷൻ എന്ന് നടത്താമെന്ന് നമുക്കപ്പോൾ തന്നെ തീരുമാനിക്കാം. എങ്കിൽ ഒരു കാര്യം ചെയ്യാം, അവന്റെ കൂടെ ഞാനും അങ്ങോട്ട് വരാം. അയ്യോ, സാറ് ബുദ്ധിമുട്ടണമെന്നില്ല. കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കാം. എന്ത് ബുദ്ധിമുട്ട്? രാമപുരം ഭാഗത്തൊക്കെ വന്നിട്ട് കാലം കുറയായി. ഞാനും മോനും കൂടി ഒരുമിച്ചങ്ങ് വരാം. രാമപുരം രജിസ്റ്റർ ഓഫീസ്.